ഹായ് എല്ലാവർക്കും വിഷ്ണുശാലിനിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. മേഘ പറയുകയാണ്, പേര് വിളിക്കുന്ന മത്സരാർത്ഥികളും അവരെ സഹായിക്കാനെത്തുന്നവരും മുന്നിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സുസ്മിത വിഷ്ണുവിനോട് പറയുകയാണ്, ഞാൻ പോയി ജയിച്ചിട്ട് വരാം വിഷ്ണുവേട്ടാ. 11 ലക്ഷം രൂപയും ബ്ലൂ ഡയമണ്ടിന്റെ ട്രോഫിയുമായിട്ട്. ഓ എന്ന് ഇഷ്ടമില്ലാതെ പറയുകയാണ് വിഷ്ണു. മുന്നിലേക്ക് ചെന്ന സുസ്മിത പറയുകയാണ് സത്യഭാമയോട്, ആന്റി ഞാനിവിടെ ഉണ്ടേ. സുസ്മിത മനസ്സിൽ കരുതുകയാണ്, കോണ്ടിനെന്റൽ ഡിഷ് തയ്യാറാക്കുന്ന ഷെഫുമാരുടെ കയ്യിൽ നിന്നും സർട്ടിഫിക്കറ്റ് എഴുതി വാങ്ങാൻ പണം എത്രയാണ് ഒഴുക്കിയതെന്ന് നിനക്കറിയില്ല വിഷ്ണുമോനെ. ഫാമാൻഡി തുണച്ച് ആ 11 ലക്ഷത്തിന്റെ പ്രൈസ് എനിക്ക് തന്നെ കിട്ടിയാലേ അതൊക്കെ ഒന്ന് ബാലൻസ് ആകൂ. അതുപോരാതെ രുചിയുടെ പേരിൽ നീ കുടുംബശ്രീക്ക് കൊടുത്തിരിക്കുന്ന നെറ്റിപ്പട്ടം കൂടി ഇളക്കി താഴെയിടണം എനിക്ക്. ഞാൻ ഈ പ്രൈസ് അടിക്കും. അപ്പോഴാണ് മോനെ നീ എന്നെ ശരിക്കും മനസ്സിലാക്കാൻ പോകുന്നത്. അടുത്ത കണ്ടസ്റ്റന്റ് മാം എന്ന് പറയുമ്പോൾ വീണ്ടും നറുക്കെടുക്കുകയാണ് സത്യഭാമ. പേരെടുത്ത് സത്യഭാമ വായിക്കുകയാണ് ജാൻസി ജെയിംസ്. ഇത് കേട്ട് ബാലചന്ദ്രൻ എന്നാക്കുമ്പോൾ രാജേശ്വരി പറയുകയാണ്, സാരമില്ലടാ, എന്തായാലും കുടുംബശ്രീ ശാരദയല്ലല്ലോ, എനിക്ക് അത് കേട്ടാൽ മതി. നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് എന്നും പറഞ്ഞ് വീണ്ടും നറുക്കെടുക്കുകയാണ് സത്യഭാമ. സത്യഭാമ പേര് വായിക്കുന്നു ദേവി കൃഷ്ണ. ബാലചന്ദ്രൻ പറയുകയാണ്, ചേച്ചി നമ്മുടെ ഞറുക്ക് വീഴുന്നില്ലല്ലോ. ഇനി നമ്മൾ പുറത്താകുകയും ശാരദയ്ക്ക് ഞറുക്ക് വീഴുകയും ചെയ്താൽ ആകെ ആപത്താകും. ദേഷ്യപ്പെട്ട് രാജേശ്വരി പറയുകയാണ്, മിണ്ടാതിരിയുടെ ടെൻഷൻ എടുപ്പിക്കാതെ. ചേച്ചി നമ്മൾ തേഞ്ഞോന്നൊരു സംശയം. എന്റെ ഭഗവാനെ, അളിയൻ വരാത്തത് നന്നായി, അല്ലെങ്കിൽ ഇതിലും പരിഹാസം കേട്ടേനെ. വീണ്ടും സത്യഭാമ ഞറുക്ക് വായിക്കുകയാണ് അരുണ. ടെൻഷൻ അടിച്ചു നിൽക്കുന്ന വിഷ്ണുവിനെ ദാസൻ ആശ്വസിപ്പിക്കുകയാണ്, അടുത്തേല് വീഴും വിഘ്നേശ്വര എന്നും പറഞ്ഞ് തൊഴുതു പ്രാർത്ഥിക്കുകയാണ് വിഷ്ണു. അന്നേരം ബാലചന്ദ്രൻ പറയുകയാണ്, അവരുടെ 2 മക്കളെയും പറ്റി അപവാദം പ്രചരിപ്പിക്കുന്നത് ചേച്ചിയാണെന്നല്ലേ അവര് പറയുന്നത്, അതുകൊണ്ട് എന്ന് ചോദിക്കുകയാണ് രാജേശ്വരി. ഞറുക്കെടുക്കാൻ ഇട്ടിരിക്കുന്ന ബൗളിൽ ഞങ്ങളുടെ പേര് ഇല്ലെങ്കിലോ ചേച്ചി? സത്യഭാമയല്ലേ ജഡ്ജ്, അവർക്കെന്തും ആകാമല്ലോ. രാജേശ്വരി സംശയിക്കുകയാണ്, അയ്യോ അങ്ങനെ ചെയ്യുമോ സത്യഭാമ? മേഘ പറയുകയാണ്, അവസാനത്തെ കണ്ടസ്റ്റന്റിനെ ഞറുക്കെടുക്കാൻ പോവുകയാണ്. ബ്ലൂ ഡയമണ്ട്സിന്റെ ഫുഡ് കോമ്പറ്റീഷനിൽ 1ാം സ്ഥാനമെത്തുന്ന മത്സരിക്കുന്ന 5ാമത്തെ ടീം. ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, ചേച്ചി ഇവിടെ നിന്നും നാണം കിടണോ? നമുക്കങ്ങ് സ്കൂട്ടായാലോ? അതല്ലടാ, ആ ശാരദയ്ക്ക് ഞറുക്ക് വീഴുന്നുണ്ടോന്ന് നോക്കണം. അന്നേരം ഞറുക്കൊന്ന് വായിച്ചിട്ട് എല്ലാവരെയും നോക്കുകയാണ് സത്യഭാമ. അതിനുശേഷം ഉറക്കെ വായിക്കുകയാണ് സത്യഭാമ, രാജേശ്വരി ഗോപാലകൃഷ്ണൻ. അത് കേട്ട് സന്തോഷിക്കുകയാണ് രാജേശ്വരിയും ബാലചന്ദ്രനും. വിഷ്ണു ആകെ ടെൻഷൻ അടിച്ചങ്ങനെ നിൽക്കുകയാണ്. ദാസൻ പറയുകയാണ്, ആശാനെ ആ രാജേശ്വരിക്കും കോൾ അടിച്ചല്ലോ. വിഷ്ണു ചോദിക്കുകയാണ്, ഇതെന്താടാ കുടുംബശ്രീക്ക് മാത്രം ഞറുക്ക് വീഴാത്തത്? ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാൻസ് എന്ന് പറഞ്ഞ് വീണ്ടും നറുക്കെടുക്കുകയാണ് സത്യഭാമ. വളരെയധികം ടെൻഷനോടുകൂടി നിൽക്കുകയാണ് വിഷ്ണുവും ദാസനും. സത്യഭാമ പേര് വായിക്കുകയാണ് കുടുംബശ്രീ ശാരദ. അത് കേട്ട് ഏറെ സന്തോഷിക്കുകയാണ് വിഷ്ണുവും ദാസനും. മേഘ വിളിക്കുകയാണ്, കുടുംബശ്രീ ശാരദയ്ക്ക് മുന്നിലേക്ക് വരാം, കുടുംബശ്രീ ശാരദ. പക്ഷെ ശാരദയും ശാലിനിയും ഇതുവരെ എത്തിയിട്ടില്ല. ദാസൻ ചോദിക്കുകയാണ്, എവിടെ പോയി കിടക്കുകയാണ് ആശാനെ അവര്? മേഘ പറയുകയാണ്, കുടുംബശ്രീ ശാരദയിലെ ടീമിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നിലേക്ക് വന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ആരും വരാതിരിക്കുമ്പോൾ ഏറെ സന്തോഷിക്കുകയാണ് ബാലചന്ദ്രനും രാജേശ്വരിയും. മേഘ പറയുകയാണ്, നമ്മുടെ കോമ്പറ്റീഷൻ തുടങ്ങാൻ ഇനി വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ബാക്കിയുള്ളൂ. കുടുംബശ്രീ ശാരദയുടെ ടീം മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അന്നേരം ബാലചന്ദ്രന്റെ അടുത്തേക്ക് ചെന്ന് രാജേശ്വരി ചോദിക്കുകയാണ്, എവിടെയുടെ അവള് കണ്ടില്ലല്ലോ? വരാൻ പോകുന്നില്ല ചേച്ചി, ഉറപ്പ്. അവര് വരുന്ന വഴിയിലെ ഞാനൊരു ആപ്പ് വെച്ചിട്ടുണ്ട്, മായൻകുട്ടി അവൻ നോക്കിക്കോളും. ബാലചന്ദ്രന്റെ ഉറപ്പ് കേട്ട് സന്തോഷിക്കുകയാണ് രാജേശ്വരി. നീ വാടാ പോകാമെന്നും പറഞ്ഞ് ദാസനെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ് വിഷ്ണു. അതേസമയം സ്കൂട്ടിയിൽ ശാരദാമ്മയും കൊണ്ടുവരികയാണ് ശാലിനി. അതേസമയം വഴിയിൽ ഓട്ടോയുമായി അവരെ വെയിറ്റ് ചെയ്യുകയാണ് മായൻകുട്ടി. സ്കൂട്ടിയിൽ ശാലിനി വരുന്നത് കണ്ട് ഒതുക്കിയിട്ടിരുന്ന ഓട്ടോ റോഡിലേക്ക് എടുക്കുകയാണ് മായൻകുട്ടി. അന്നേരം ഓട്ടോയിൽ കൊണ്ടുവന്ന് ഇടിച്ചു നിർത്തുകയാണ് ശാലിനി. ദേഷ്യപ്പെട്ട് മായൻകുട്ടി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം ചോദിക്കുകയാണ്, എവിടെ നോക്കിയാടി വണ്ടി ഓട്ടിക്കുന്നത്? നിന്റെ മുഖത്ത് കണ്ണില്ലേ? ഓരോന്ന് രാവിലെ കെട്ടിയെടുത്തോളും. അന്നേരം വണ്ടി നിർത്തി ഇറങ്ങിയ ശേഷം ശാലിനി പറയുകയാണ്, നിർത്തടോ, മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചു വരുന്നവരെ അപകടപ്പെടുത്താൻ ശ്രമിച്ചിട്ട് നിന്ന് ചിലയ്ക്കുന്നോ? മായൻകുട്ടി ചോദിക്കുകയാണ്, ഓഹോ അത് ശരി, അപ്പോൾ ഉടക്കാനാണല്ലേ ഭാവം. എന്നാൽ നീ ഇവിടുന്ന് പോകുന്നത് എനിക്കൊന്ന് കാണണം. അത്രയും പറഞ്ഞ് വണ്ടിയുടെ ചാവി ഊരിയെടുക്കുകയാണ് മായൻകുട്ടി. ശാരദാമ്മ പറയുകയാണ്, ദേ മായൻകുട്ടി, നമ്മൾ മുൻപേ പരിചയക്കാരാണ്. വലിയൊരു പറ്റുകണക്ക് തീർത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ ഞാൻ പണ്ടേ മറന്നതാണ്. ഇവിടെ ഇനി അതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. മായൻകുട്ടി ദേഷ്യപ്പെടുകയാണ്, ദേ ശാരദേ, നിങ്ങളുടെ മറ്റേടത്തെ ന്യായം പറച്ചില്ലെന്നും എന്റെ അടുത്ത് വേണ്ട.
അവിടെ ഹോട്ടലിൽ മിച്ചം വരുന്ന എച്ചില് കുറെ പിച്ചക്കാർക്ക് ഫ്രീ ആയിട്ട് വിളമ്പുന്നു എന്ന് കരുതി നിങ്ങൾ ഇവിടത്തെ മദർ തെരേസയൊന്നും ആയിട്ടില്ല. ഞാൻ വണ്ടി യു-ടേൺ എടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷെ നിങ്ങളൊരു ഹോൺ പോലും അടിക്കാതെയാണ് എന്റെ വണ്ടിയിലേക്ക് വന്ന് ഇടിച്ചു തകർത്തത്. അതിനുള്ള നഷ്ടപരിഹാരം തന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് പോയാൽ മതി. അതുവരെ ഈ താക്കോല് എന്റെ പോക്കറ്റിൽ ഇരിക്കും. എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് താക്കോൽ പോക്കറ്റിലേക്ക് ഇടുകയാണ് മായൻകുട്ടി. ശാലിനി പറയുകയാണ്, എടോ താൻ എന്ത് തോന്നിയാസമാണ് കാണിക്കുന്നത്? ആ താക്കോലിങ് എടുത്തേ. ശാരദാമ്മ ശാലിനിയോട് പറയുകയാണ്, മോളെ കറകളഞ്ഞ ഗുണ്ടയാണ് അവൻ, അവരോട് മുട്ടാനൊന്നും നിൽക്കേണ്ട. നീ വെറുതെ വഴക്കുണ്ടാക്കരുത്. മായൻകുട്ടി പറയുകയാണ്, അങ്ങനെ മോൾക്ക് വല്ല നല്ലതും പറഞ്ഞു കൊടുക്ക. ഈ റോഡിൽ കിടന്ന് അടി കൂടിയാലേ ഈ മായനെ ജയിക്കൂ. റോഡിൽ കിടന്ന് അടി വാങ്ങിക്കുമ്പോൾ ഈ ചിത്രകഥയിലെ മായാവിയുടെ കുപ്പായമിട്ട് നിന്റെ മറ്റവനൊന്നും ഇവിടേക്ക് പറന്നു വരില്ല. മായൻകുട്ടിക്ക് അത് ഉറപ്പാണ്. അന്നേരം ശാരദാമ്മ ചോദിക്കുകയാണ്, ദേ മായൻകുട്ടി, നിനക്കിപ്പോ എന്താണ് വേണ്ടത്? അത് പറയ, ഞങ്ങളൊരു അത്യാവശ്യ വഴിക്ക് പോവുകയാണ്. താമസിച്ചാൽ പിന്നെ പോയിട്ട് ഒരു പ്രയോജനവും ഇല്ലാതെയാകും. അതുകൊണ്ടാ എന്ന് പറയുമ്പോൾ മായൻകുട്ടി ചോദിക്കുകയാണ്, നിങ്ങളുടെ ചെവിയിൽ എന്താ ശാരദാമ്മേ, ആ പഠിച്ചു വെച്ചിരിക്കുകയാണോ? ഇയാളെ ഇന്ന് ഞാൻ എന്നും പറഞ്ഞു മായൻകുട്ടിയുടെ നേരെ ശാലിനി തിരിയുമ്പോൾ ശാലിനിയെ പിടിച്ചു മാറ്റുകയാണ് ശാരദാമ്മ. മായൻകുട്ടി പറയുകയാണ്, ഓട്ടോ പെയിന്റ് അടിക്കാനുള്ള കാശ് വേണമെന്ന് പറഞ്ഞില്ലേ? ശാരദാമ്മ ചോദിക്കുകയാണ്, ശരി, അതെത്രയാണെന്ന് പറയൂ, കേൾക്കട്ടെ. ഓട്ടോയൊക്കെ ഒന്ന് നോക്കിയിട്ട് മായൻകുട്ടി പറയുകയാണ്, 6000 രൂപ. 6000 രൂപയോ എന്ന് ശാരദാമ്മ അന്തം വിട്ട് ചോദിക്കുമ്പോൾ മായൻകുട്ടി പറയുകയാണ്, അതെ, ആ മുട്ടിയ സ്ഥലം ഇനി റീപെയിന്റ് ചെയ്തേ ശരിയാകൂ. ശാലിനി പറയണം, ആഹാ, എങ്കിൽ പിന്നെ ഇതിന്റെ ടോപ്പും സീറ്റും എല്ലാം കൂടി മാറ്റാനുള്ള കാശങ്ങ് ചോദിക്ക്, തന്നോളാം ഞങ്ങൾ. ശാരദാമ്മ പറയുകയാണ്, മോളെ, നമ്മളിപ്പോൾ മത്സരത്തിന് സമയത്തെത്തുക എന്നുള്ളതാണ് പ്രധാനം. 10 മണി കഴിഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്താലും പ്രവേശനമില്ലെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? ശാലിനി ചോദിക്കുകയാണ്, എന്നാലും അമ്മ, ഈ തീവട്ടിക്കൊള്ള നമ്മൾ സമ്മതിച്ചു കൊടുക്കണോ? കൊള്ളയെങ്കിൽ കൊള്ള, അവനുള്ളത് ദൈവം കൊടുത്തോളും. നമ്മൾക്കിപ്പോൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും തലയൂരണം. ആ മായൻകുട്ടി 6000 തന്നേക്കാം. നീ തൽക്കാലം ആളെ വിട്, ഞങ്ങളൊന്ന് പൊയ്ക്കോട്ടെ. നടക്കില്ല, നിങ്ങൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാശ് തരുമെന്ന് എന്താ ഉറപ്പ്? അത് പറ നിങ്ങൾ എന്ന് പറയുമ്പോൾ വീണ്ടും ദേഷ്യപ്പെടുകയാണ് ശാലിനി. ഉറപ്പ് പിന്നെ ഞങ്ങൾ മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് തരണമോ? മുദ്രപത്രവും കുടച്ചക്രവും ഒന്നും വേണ്ട, കാശ് വച്ചാൽ മതി. ഇവിടെ ഈ സ്പോട്ടിൽ എന്ന് പറയുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, മായൻകുട്ടി, അത്രയും കാശൊന്നും കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്നില്ലല്ലോ ഞങ്ങൾ. മാത്രമല്ല ഒരിടം വരെ പോയിട്ട് വന്നിട്ട് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചു തരാം. അങ്ങനെ നിങ്ങൾ ഇവിടുന്ന് പോയിട്ട് വന്നിട്ട് സംഘടിപ്പിക്കേണ്ട, സംഘടിപ്പിച്ചിട്ട് പോയാൽ മതി. ശാരദാമ്മ പറയുകയാണ്, മോളെ, ഇതിപ്പോ മനഃപൂർവ്വം യാത്ര തടയുന്നത് പോലെയാണല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യുക? ശാലിനി പറയുകയാണ്, ഒന്ന് നിൽക്കമ്മേ, ഇയാൾക്കുള്ള കാശ് ഞാനിപ്പോ ശരിയാക്കി കൊടുക്കാം, ഒരു 5 മിനിറ്റ്. അത്രയും പറഞ്ഞ് സീറ്റിനടിയിൽ നിന്നും ഫോൺ എടുക്കുകയാണ് ശാലിനി. അന്നേരം മായൻകുട്ടി പറയുകയാണ്, ആരെയാണെന്ന് വെച്ചാൽ വിളിച്ചോ. 6000-ൽ 1 രൂപ കുറഞ്ഞാൽ ഇവിടെ നിന്നും ചലിക്കില്ല. ഈ വണ്ടിയും 2 ആളും. അതേസമയം അവിടെ ഹാളിൽ കുക്കിംഗ് കോമ്പറ്റീഷൻ നടക്കാനുള്ള അവസാന ഒരുക്കങ്ങൾ നടക്കുകയാണ്. മേഘ പറയുകയാണ്, കൃത്യം 10 മണിക്ക് തന്നെ നമ്മുടെ പാചക മത്സരം ആരംഭിക്കുന്നതാണ്. അതിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യാത്ത ടീമിന് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല. രാജേശ്വരി ചോദിക്കുകയാണ്, അല്ല, ഇപ്പോൾ ഒരു ടീമല്ലേ റിപ്പോർട്ട് ചെയ്യാത്തതായിട്ടുള്ളൂ? അവർക്ക് പകരം അടുത്ത ടീമിനെ വിളിച്ചാൽ പോരെ മത്സരത്തിന്? സത്യഭാമ പറയുകയാണ്, അത് നമുക്ക് ആലോചിക്കാം. പക്ഷേ നമ്മൾ പറഞ്ഞ 10 മണിയാകാൻ ഇനി 10 മിനിറ്റ് കൂടിയുണ്ട്. അതിനുള്ളിൽ കുടുംബശ്രീ ടീം വന്നില്ല എങ്കിൽ ശ്രീമതി രാജേശ്വരി പറഞ്ഞതുപോലെ നമുക്ക് ആലോചിക്കാം. ബാലചന്ദ്രൻ പറയുകയാണ്, ചേച്ചി പേടിക്കേണ്ട, 10 മിനിറ്റ് അല്ല 10 മണിക്കൂർ കഴിഞ്ഞാലും അവർ വരാൻ പോകുന്നില്ല. ടെൻഷൻ തന്നെയാടാ, എങ്ങനെയും വേറൊരു ടീമിന് എൻട്രി കിട്ടിയാൽ മതിയായിരുന്നു. നമുക്ക് കിട്ടിയില്ലെങ്കിലും ശാരദയ്ക്ക് പ്രൈസ് കിട്ടരുത്, എനിക്ക് അത്രയുള്ളൂ. മേഘ പറയുകയാണ്, ബ്ലൂ ഡയമണ്ടിന്റെ കുക്കിംഗ് കോമ്പറ്റീഷന് ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതേസമയം വെളിയിൽ ആകെ ടെൻഷൻ അടിച്ച് ആരെയൊക്കെ ഫോൺ ചെയ്യുകയാണ് വിഷ്ണു. ശാലിനിയാണ് വിഷ്ണു ഫോൺ ചെയ്യുന്നത്. ദാസൻ ചോദിക്കുകയാണ്, എന്തായി ആശാനെ, കിട്ടുന്നില്ല? ശാലിനിയുടെ നമ്പറിലേക്ക് കോൾ പോകുന്നില്ല ഇപ്പോൾ. ദാസൻ പറയുകയാണ്, ചിലപ്പോൾ വണ്ടി ഓടിക്കുകയായിരിക്കും, അതായിരിക്കും റേഞ്ച് കിട്ടാത്തത്. എന്തായാലും 10 മിനിറ്റിനുള്ളിൽ അവൾക്കിവിടെ എത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ മത്സരത്തിൽ പങ്കെടുക്കാനാകില്ല. ഇതിപ്പോ എല്ലാം വേസ്റ്റ് ആകുന്നത് പോലെയാണ്. വീണ്ടും വീണ്ടും ശാലിനിയെ ഫോൺ ചെയ്യുകയാണ് വിഷ്ണു. അതേസമയം റോഡിൽ ആരെയോ കാത്തു നിൽക്കുകയാണ് ശാലിനി. ശാരദാമ്മ ചോദിക്കുകയാണ്, മോളെ, സമയത്ത് നമുക്ക് മത്സരത്തിനെത്താൻ പറ്റുമോ? ആരെയാ നീ വിളിച്ചത്? പണമായിട്ട് ആരെങ്കിലും വരാമെന്ന് പറഞ്ഞോ? ശാലിനി പറയുകയാണ്, പറഞ്ഞു, ആളുടനെ വരും. അതേസമയം ശ്രീരഞ്ജിനിയുടെ വണ്ടി അവിടേക്ക് കടന്നു വരികയാണ്. അമ്മ നോക്കിയെന്ന് പറയുകയാണ് ശാലിനി. പോലീസ് വണ്ടി കണ്ട് മായൻകുട്ടി ചോദിക്കുകയാണ്, ഓഹോ, അത് ശരി, അപ്പോൾ പോലീസ് വന്നാൽ എന്നെ മൂക്കിൽ വലിച്ചു കയറ്റി കളയുമോ? ശാലിനി പറയുകയാണ്, ചേട്ടൻ നോക്ക്, നമുക്ക് കാണാമല്ലോ.
വണ്ടിയിൽ നിന്നും ഇറങ്ങി വന്ന ശ്രീരഞ്ജിനി മായൻകുട്ടിയുടെ അടുത്തേക്ക് വന്ന് മായൻകുട്ടിയെ അടിക്കുകയാണ്. എന്നിട്ട് കീ എന്ന് പറയുമ്പോൾ അറിയാതെ മായൻകുട്ടി പെട്ടെന്ന് പോക്കറ്റിൽ നിന്നും കീ എടുത്ത് ശ്രീരഞ്ജിനിക്ക് നൽകുകയാണ്. മായൻകുട്ടി പറയുകയാണ്, ഞങ്ങൾക്ക് സംഘടനയും യൂണിയനും ഒക്കെ ഉണ്ട്. അത് കേട്ട് ഓ എന്ന് വയ്ക്കുകയാണ് ശ്രീരഞ്ജിനി. അതിനുശേഷം താക്കോൽ ശാലിനിക്ക് നൽകിയ ശേഷം ശ്രീരഞ്ജിനി പറയുകയാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് പോകാൻ നോക്ക്. താങ്ക് യു മാം എന്ന് പറയുമ്പോൾ ശ്രീരഞ്ജിനി പറയുകയാണ്, വിത്ത് പ്ലഷർ ശാരദാമ്മേ. 1ാം സ്ഥാനവും കൊണ്ട് മടങ്ങി വരാവൂ. ശാരദാമ്മ പറയുകയാണ്, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൂടെ ഉണ്ടെങ്കിൽ അത് നടക്കും, ഉറപ്പായിട്ടും ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് പറയുകയാണ് ശ്രീരഞ്ജിനി. ശാലിനി പറയുകയാണ്, ദേ അമ്മേ, ഇനി ഒന്ന് ആഞ്ഞു പിടിച്ചാലേ സമയത്തിനെത്തൂ. അതിനുശേഷം വണ്ടിയെടുത്ത് ശാരദാമ്മയും കൂട്ടി പോവുകയാണ് ശാലിനി. അതിനുശേഷം തിരിഞ്ഞ മായൻകുട്ടിയോട് ശ്രീരഞ്ജിനി ചോദിക്കുകയാണ്, അല്ല താൻ എന്താ പറഞ്ഞത്, ശരിക്ക് കേട്ടില്ല. എന്നെ തല്ലിയതിന് നിങ്ങൾ സമാധാനം പറയേണ്ടി വരുമെന്ന് ശ്രീരഞ്ജിനി പറയുകയാണ്. ഓ ആയിക്കോട്ടെ, പറഞ്ഞോളാം ഞാൻ. ശ്രീരഞ്ജിനി ഇവിടെ ചാർജ് എടുത്തതിന് ശേഷം ആദ്യം ചെയ്തത് ഈ പുതിയ സ്ഥലത്തെ പുണ്യാളന്മാരുടെ ഒരു കണക്കെടുപ്പിലാണ്. കൂട്ടത്തിൽ ആദ്യത്തെ 10 നമ്പറിൽ ഒന്ന് താനുമുണ്ട്. അന്ന് മനസ്സിലാക്കിയ തന്റെ പുണ്യപ്രവൃത്തികൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ തനിക്ക് കിട്ടിയത് ചെറിയൊരു ട്രയൽ ഷോയാണ്. പിന്നെ ഇത്രയും താൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ വൈകുന്നേരം എന്റെ ഓഫീസിലേക്ക് വാ, പുതിയൊരു കണക്കെടുപ്പ് നടത്തിക്കളയാം. അടി എത്ര കൂടുതൽ തരണമെന്ന് അറിയാൻ. പിന്നെ വരുന്ന വഴി നീ നിന്റെ യൂണിയൻകാരെ കൂടി കൂട്ടിക്കോ. ഇപ്പോഴത്തെ ലോകപ്പിനൊക്കെ നല്ല വലിപ്പമാണ്, നമുക്കതിനൊരു പരിഹാരം ഉണ്ടാക്കിക്കളയാം. അത്രയും പറഞ്ഞു പോവുകയാണ് ശ്രീരഞ്ജിനി പോയ ശേഷം ബാലചന്ദ്രനെ ഫോൺ ചെയ്യുകയാണ് മായൻകുട്ടി. ചേച്ചി 1 മിനിറ്റ് എന്നും പറഞ്ഞ് ഫോണും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് ബാലചന്ദ്രൻ. ആ കുട്ടി പറയേ. ബാലചന്ദ്ര, സംഗതി പൊളിഞ്ഞു. ബാലചന്ദ്രൻ ആകെ ഒന്നമ്പരന്ന് ചോദിക്കുകയാണ്, പൊളിഞ്ഞെന്നോ? ഒരു പീറ പെണ്ണിനെയും തള്ളയും ഒരു 10 മിനിറ്റ് പിടിച്ചു നിർത്താൻ പറ്റാത്ത നീയൊക്കെ ഏത് ഗുണ്ടയാടാ വൃത്തികെട്ടവനെ? 10 മിനിറ്റ് അല്ല, 10 മണിക്കൂർ പിടിച്ചു നിർത്തിയേനെ. പക്ഷേ അതിനിടയിൽ ആ ACP ശ്രീരഞ്ജിനി കയറി വന്നു. അവിടെ പാളിപ്പോയി നമ്മുടെ പ്ലാൻ. ബാലചന്ദ്രൻ പറയുകയാണ്, ഇവളെ കൊണ്ട് വലിയ ശല്യമായിരിക്കുകയാണല്ലോ. ഒന്നും ചോദിക്കുകയും പറയുകയും ചെയ്യാതെ ഒറ്റ അടിയായിരുന്നു എന്റെ കവിളിന്റെ അലൈൻമെന്റ് പോയെന്നാണ് തോന്നുന്നത്. ബാലചന്ദ്രൻ പറയുകയാണ്, കാശ് എണ്ണി തരുന്ന ജോലിക്ക് ഒത്തിരി റിസ്ക് ഒക്കെ കാണും. മായൻകുട്ടി പറയുകയാണ്, അത് മാത്രമല്ല വൈകുന്നേരം അവരുടെ ഓഫീസിൽ എന്നോട് ചെല്ലാനും പറഞ്ഞു. പഴയ കേസ് കെട്ട് കുത്തിപ്പൊക്കുമെന്നാണ് ഇപ്പോഴത്തെ സംശയം. എങ്കിൽ ഇപ്രാവശ്യത്തെ ഓണം സെൻട്രൽ ജയിലിലാകുമെന്നുള്ളത് ഉറപ്പാണ്. ബാലചന്ദ്രൻ പറയുകയാണ്, ഓഹോ അങ്ങനെയാണോ? എങ്കിൽ നീ എന്തായാലും ജയിലിലേക്ക് പോവുകയല്ലേ? കൂട്ടത്തിൽ ഒരു കേസ് കൂടി നമുക്കങ്ങ് ഉണ്ടാക്കിയാലോ? 25,000 രൂപ ഞാൻ കൂടുതൽ തരും. എന്തു പറയുന്നു? എന്ത് കേസ്? ആദ്യം അത് പറയേ, കേട്ടിട്ട് ഞാൻ തീരുമാനിക്കാം സമ്മതിക്കണമോ വേണ്ടയോ എന്ന്. അതിനുശേഷം തന്റെ പ്ലാൻ ബാലചന്ദ്രൻ മായൻകുട്ടിയോട് പറയുകയാണ്. അതേസമയം അവിടെ രാജേശ്വരി സത്യഭാമയോട് പറയുകയാണ്, 10 മണി ആകാറായി. കുടുംബശ്രീ ടീം ഇനിയും എത്തിയിട്ടില്ല, നമുക്ക് അടുത്ത ടീമിനെ വിളിക്കാം. സത്യഭാമ പറയുകയാണ്, ഇനിയുമുണ്ടൊരു 3 മിനിറ്റ്. അതിനുള്ളിൽ കുടുംബശ്രീ ടീം എത്തിയില്ലെങ്കിൽ നമുക്ക് ആലോചിക്കാം. സമയക്രമം കൃത്യമായിരിക്കണം, അതെനിക്ക് നിർബന്ധമാണ്. അതേസമയം മായൻകുട്ടി ബാലചന്ദ്രനോട് പറയുകയാണ്, പറഞ്ഞതിനേക്കാൾ 25,000 രൂപ കൂടുതൽ വേണം. കാശ് കിട്ടിയാൽ ഈ മായൻകുട്ടി എന്തും ചെയ്യും. അതൊക്കെ തരാമടോ. ശാരദ ഇനി ഈ മത്സരത്തിൽ ജയിക്കാതിരിക്കാൻ ഇതേ ഉള്ളൂ അവസാനത്തെ വഴി. അവളുടെ മക്കൾക്ക് പൊള്ളണം. എല്ലാം ഇട്ടറിഞ്ഞു പൊയ്ക്കോളും ശാരദ. നീ വേഗം വിട്ടോ, വേണമെങ്കിൽ കൂട്ടുകാരെയും കൂട്ടിക്കോ. കാര്യങ്ങൾ ചടയെന്ന് നടക്കട്ടെ. ശരിയെന്ന് പറഞ്ഞു ഫോൺ വയ്ക്കുകയാണ് മായൻകുട്ടി. ബാലചന്ദ്രൻ പറയുകയാണ്, ശാരദയെ നിനക്കുള്ളത് വരുന്നുണ്ട്, കാത്തിരുന്നോ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.